ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു പുതിയ വാട്ടർ കണക്ഷൻ അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഈ ടാപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഒരു പേര് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ഐ ഡി എന്നുള്ള ഭാഗത്ത് ഒരു ഇമെയിൽ ഐ ഡി നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു പാസ്വേഡ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പം രജിസ്ട്രേഷൻ സക്സസ് എന്നിട്ട് കാണിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ലോഗിൻ ചെയ്യാനുള്ള സൈറ്റിലോട്ട് വന്നിട്ടുണ്ടാവും. നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐ ഡി പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് ഇവിടെ വാട്ടർ കണക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് കസ്റ്റമറുടെ മൊബൈൽ നമ്പർ എത്രയാണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെൻഡ് ഒ ടി പി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. മൊബൈലിൽ വന്നിരിക്കുന്ന ഒ ടി പി ഇവിടെയായിട്ട് രേഖപ്പെടുത്തി കൊടുക്കുക. നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് ജില്ല സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ലോക്കൽ ബോഡി ഏത് തരത്തിലുള്ളതാണ് സെലക്ട് ചെയ്യുക. ലോക്കൽ ബോഡിയുടെ നെയിം എന്താണോ അത് സെലക്ട് ചെയ്യുക. അടുത്തായിട്ട് ഐ ഡി പ്രൂഫ് ഏത് തരത്തിലുള്ളതാണ് എന്നാണ് ചോദിക്കുന്നത്. ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആധാർ കാർഡിന്റെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലാൻഡ്മാർക്ക് എന്നുള്ള ഭാഗത്ത് ലാൻഡ്മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലാൻഡ്മാർക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കാം. ശേഷം താഴേക്ക് വരിക. ഇവിടെ ഇതിൽ നിന്നും മാപ്പിൽ നിന്നും നമ്മുടെ കൃത്യമായിട്ടുള്ള എക്സാക്ട് ലൊക്കേഷൻ ഏതാണോ അത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ടൈപ്പ് ഓഫ് കണക്ഷൻ ആണ്. ഡൊമസ്റ്റിക് ഉണ്ട്, നോൺ ഡൊമസ്റ്റിക് ഉണ്ട്, ഇൻഡസ്ട്രിയൽ ഉണ്ട്. വീട്ടാവശ്യങ്ങളൊക്കെ തന്നെയാണെങ്കിൽ ഡൊമസ്റ്റിക് കൊടുക്കുക. കൺസ്യൂമറിന്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡോട്ടർ ഓഫ് അല്ലെങ്കിൽ സൺ ഓഫ് അച്ഛന്റെ പേര് അല്ലെങ്കിൽ ഭർത്താവിന്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഹൗസ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വീട്ടു പേര് എന്താണോ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വില്ലേജ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പോസ്റ്റ് ഓഫീസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിൻകോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിയറസ്റ്റ് കൺസ്യൂമർ നമ്പർ ആണ്. അതായത് നമ്മുടെ തൊട്ടടുത്ത് ഏതെങ്കിലും നിലവിലെ വാട്ടർ കണക്ഷൻ ഉള്ള ആളുകളുടെ കൺസ്യൂമർ ഉണ്ടെങ്കിൽ കൺസ്യൂമർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട രേഖകൾ എന്നുള്ളത് ഐ ഡി പ്രൂഫ് ആണ്. അതായത് നമ്മുടെ ആധാർ കാർഡ്. പിന്നെയുള്ളത് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ്. അതായത് വീട്ടിന്റെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്. അതിനുശേഷം ബി പി എൽ ആണോ എന്നുള്ള ചോദ്യമാണ്. ബി പി എൽ ആണെങ്കിൽ ബി പി എൽ കൊടുക്കുക, ഇല്ലെങ്കിൽ എല്ലാം കൊടുക്കുക. അടുത്ത നിങ്ങൾ അപേക്ഷിക്കുന്ന ആള് വാടകക്കാരനാണോ എന്നുള്ളതാണ്. വാടകക്കാരനാണെങ്കിൽ എസ് കൊടുക്കുക. അപ്പൊ നമ്മളിവിടെ കൺസെന്റ് ലെറ്റർ നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അടുത്തതായിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് കണക്ഷന്റെ ആവശ്യത്തിന് വേണ്ടി ക്രോസിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, റോഡ് മുറിച്ച് കിടക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ കൊടുക്കുക, ഇല്ല എങ്കിൽ എസ് കൊടുക്കുക. അപ്പൊ നമ്മൾ ക്രോസിംഗ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ കൺസെന്റ് ലെറ്റർ കൂടി നമ്മൾ വാങ്ങിക്കണം. അടുത്തതായിട്ട് നമ്മൾ സ്വന്തമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ പ്ലംബർ എന്നുള്ള ചോദ്യമാണ്. ഉണ്ട് എങ്കിൽ എസ് കൊടുത്ത്, ഇല്ല എങ്കിൽ നോ കൊടുക്കുക. അപ്പൊ നമ്മൾ നോ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ലൈസൻസിയുള്ള പ്ലംബറുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അവരെ നമുക്ക് വേണമെങ്കിൽ കാണാനായിട്ട് അല്ലെങ്കിൽ അവരെ നമുക്ക് ഏർപ്പാടാക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇവിടെ സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി അപേക്ഷ നമുക്ക് ഫോർവേഡ് ആവുന്നതാണ്. ഒരു പ്രിന്റ് കസ്റ്റമർക്ക് വേണമെങ്കിൽ Ctrl+P അടിച്ചിട്ട് അതിന്റെ പ്രിന്റ് എടുത്ത് കൊടുക്കാനും സാധിക്കും. ബാക്കി വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആളുകൾ ചെയ്ത് കൊടുക്കുന്നതാണ്.